ഹലോ എവരിവൺ, ഇൻഫോടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. സോ നമ്മൾ BGC 104 ലാസ്റ്റ് ബ്ലോക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നല്ലേ. അതിൽ ലാസ്റ്റ് ബ്ലോക്കിൽ നമ്മൾ വില്യം ഷേക്സ്പിയറിൻ്റെ മാക്ബത്തിൻ്റെ കംപ്ലീറ്റ് സ്റ്റോറി കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സ്റ്റോറി നിങ്ങൾ പഠിച്ചു വെച്ചാൽ തന്നെ ഈ ഒരു ബ്ലോക്ക് കംപ്ലീറ്റ് ആയിട്ട് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ now we are going to last block unit 60 മാക്ബത്ത് ക്രിട്ടിക്കൽ റെസ്പോൺസസ്. അപ്പോൾ ഈ ഒരു യൂണിറ്റിൽ നമ്മളുടെ മാക്ബത്തിലെ കുറച്ച് കാര്യങ്ങളെക്കുറിച്ചും ക്യാരക്ടറിസ്റ്റിക്സ് മെയിൻ ക്യാരക്ടേഴ്സിനെ കുറിച്ചൊക്കെയാണ് ഇവിടെ പറയുന്നത്. സോ നമ്മൾ ഓൾറെഡി സ്റ്റോറിയിൽ പറഞ്ഞ കാര്യങ്ങളാണ് എങ്കിലും നമുക്കിവിടെ യൂണിറ്റ് ഉള്ളതുകൊണ്ട് നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്ത് പോകാം കേട്ടോ. അത് തന്നെ ഇവിടെ ഈ ഒരു വില്യം ഷേക്സ്പിയറിനെ കുറിച്ച് ഓരോ പ്രമുഖർ പറയുന്ന കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ഫസ്റ്റ് വൺ, സാമുവൽ ജോൺസൺ കോൾസ് ഷേക്സ്പിയർ എ മാൻ ഹൂ ഹോൾഡ്സ് എ ഫെയ്ത്ത്ഫുൾ മിറർ ടു മാനേഴ്സ് ആൻഡ് ലൈഫ്. അപ്പോൾ ജീവിതത്തിൽ ക്ലിയർ ആയിട്ടുള്ള ഒരു കണ്ണാടി വയ്ക്കുന്ന ഒരാളാണ് ഷേക്സ്പിയർ എന്നാണ് സാമുവൽ ജോൺസൺ ഷേക്സ്പിയറിനെ പറഞ്ഞിട്ടുള്ളത്. കാരണം അത് ഇദ്ദേഹത്തിൻ്റെ ഈ സ്റ്റോറിയൊക്കെ കാരണമാണ്. ഈ മാക്ബത്ത് എന്നുള്ള സ്റ്റോറിയിലുള്ള ആ ഒരു കൺക്ലൂഷൻ എന്താണ്, നമ്മൾ എത്ര തെറ്റുകൾ ചെയ്താലും ലാസ്റ്റ് ആ ഒരു ശിക്ഷ നമ്മൾ ഈ അനുഭവിക്കാതെ ഈ ഒരു ഭൂമിയിൽ നിന്ന് പോകാൻ പറ്റില്ല എന്നുള്ള ഒരു കൺക്ലൂഷനാണ് മാക്ബത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ സാമുവൽ ജോൺസൺ ഷേക്സ്പിയറിനെ കുറിച്ച് പറയുന്നത് അദ്ദേഹത്തിന്റെ ജീവിതം കണ്ണാടി പോലെ അത്ര വിസിബിൾ ആണ്, ക്ലിയർ ആണെന്ന് പറയുന്നുണ്ട്. ഓൾസോ ST കോളറിഡ്ജ് പറയുന്നുണ്ട് ഹിസ് യൂസ് ഓഫ് ഹിസ് ഇമാജിനേഷൻ. വില്യം ഷേക്സ്പിയർ അദ്ദേഹത്തിന്റെ വർക്കുകളിൽ ഉപയോഗിക്കുന്ന ഇമാജിനേഷൻസിനെ കുറിച്ചൊക്കെ ഇപ്പോൾ വിച്ചേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് ഓരോ ടൈപ്പ് ഓഫ് ഇമാജിനേഷൻ ആണ്, പ്രൊവസീസ് ഒക്കെ. അപ്പൊ അതിനെ കുറിച്ച് ST കോളറിഡ്ജ് പറയുന്നുണ്ട്, തോമസ് ടി ക്വിൻസി, ഇവരൊക്കെ പറയുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ഉള്ളതാണ് ഈ മാക്ബത്തിലെ വിച്ചസ്. ഈ ഒരു യൂണിറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് മാക്ബത്തിലെ വിച്ചസിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. വിച്ചസ് എന്തുമാത്രം പ്രാധാന്യമാണ്, ഒരു സെൻട്രൽ ക്യാരക്ടറാണ് മാക്ബത്തിലെ വിച്ചസ്. വില്യം ഷേക്സ്പിയറിന്റെ മാക്ബത്തിലെ സെൻട്രൽ ക്യാരക്ടറാണ്, അല്ലെങ്കിൽ ഒരു മെയിൻ ക്യാരക്ടേഴ്സ് ആണ് വിച്ചസ്. കാരണം വിച്ചസ് പ്രൊവസീസ് പറയുന്നതുകൊണ്ട് മാത്രമാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്, അല്ലേ. ഇപ്പോൾ ഇവിടെ ആരൊക്കെയാണ്, മാക്ബത്തും ബൻഗോങ്ങയുടെ ഈ ഒരു സ്റ്റോറി തുടങ്ങുന്ന സമയത്ത് യുദ്ധം കഴിഞ്ഞ് വരുന്നുണ്ട്. അപ്പൊ ഇതിൽ വിച്ചസ് ആണ് മെയിൻ ആയിട്ടുള്ള സെൻട്രൽ ക്യാരക്ടേഴ്സ്. കാരണം വിച്ചസ് ഈ പ്രൊവസീസ് പറഞ്ഞില്ലെങ്കിൽ ഈ കഥ മുന്നോട്ട് പോകുന്നില്ല, അല്ലേ. കാരണം ഈ സ്റ്റോറി തുടങ്ങുന്ന സമയത്ത് ഈ ബാൻഗോയും മാക്ബത്തൂടെ ഈ യുദ്ധം കഴിഞ്ഞ് വരുന്നുണ്ട്. യുദ്ധം കഴിഞ്ഞ് വരുന്ന സമയത്ത് വിച്ചസ് പറയുന്നുണ്ട് നീ രാജാവാവും, ബാൻഗോയുടെ മക്കള് രാജാവാവും, ഇങ്ങനെയുള്ള പ്രൊവസീസ് പറയുന്നുണ്ട്. ആ പ്രൊവസി പറയുന്നോണ്ടാണ് മാക്ബത്തിനും ലേഡി മാക്ബത്തിനും പിന്നെ ഒരു ചിന്ത വരുന്നത്, തനിക്ക് അവിടുത്തെ രാജാവാവണമെന്നും രാജ്ഞി ആവണമെന്നുള്ള അതിമോഹം വരുന്നത് അങ്ങനെയാണ്. പക്ഷെ ഇൻ കേസ് ആ വിച്ചസ് അവിടെ വന്നിട്ടില്ലായിരുന്നെങ്കിലോ ഡങ്കൻ പിന്നെയും അവിടെ ജീവിച്ചിരുന്നേനെ, അവരെ പിന്നെയും നല്ല സ്നേഹത്തോടെയും സൗഹൃദത്തോടെയും ആ രാജ്യം ഭരിച്ചു പോയേനെ. പക്ഷെ അവിടെ വിച്ചസ് ആണ് അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു സെക്കൻഡ് പാർട്ട് എത്തുമ്പോൾ രണ്ടാമത്തെ പ്രൊവസി പറയുന്നുണ്ട്, മാക്ഡഫിനെ നീ ശ്രദ്ധിക്കണമെന്ന്. മാക്ഡഫിന്റെ ശ്രദ്ധിക്കണമെന്നുള്ള പ്രൊവസി വരുന്നതുകൊണ്ടാണ് മാക്ബത്ത് പിന്നെയും പോയി മാക്ഡഫിന്റെ കുടുംബത്തിനെ എല്ലാം ഇല്ലാതാക്കുന്നത്. ഓക്കെ, അപ്പൊ പ്രൊവസീസ് വിച്ചസ് പറയുന്നോണ്ടാണ് ഈ ഒരു കഥ ഇങ്ങനെ ടേണിംഗ് പോയിന്റ് വന്നിന്ന് മുന്നോട്ട് പോകുന്നത്. സോ വിച്ചസ് ആർ ദ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് ഇൻ വില്യം ഷേക്സ്പിയറിന്റെ ഈ ഒരു മാക്ബത്തിലെ ക്യാരക്ടേഴ്സ് ആണ്. അതുപോലെ തന്നെ ഒരു അടുത്ത ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ് ലേഡി മാക്ബത്ത്. എനിക്ക് തോന്നുന്നു മാക്ബത്തിനെ കാണും ലേഡി മാക്ബത്താണ് സ്കോർ ചെയ്യുന്നത് എന്നാണ് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളത്. കാരണം മാക്ബത്ത് വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന് ഡങ്കനെ കൊല്ലണമെന്നില്ല, നല്ല രീതിയിൽ ജീവിക്കണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉള്ള ഒരാളായിരുന്നു. പക്ഷെ ലേഡി മാക്ബത്താണ് മാക്ബത്തിനോട് പറയുന്നത് ഡങ്കനെ കൊല്ലണമെങ്കിലേ നമുക്ക് രാജഭരണം കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് എഗെയിൻ മാക്ബത്തിന്റെ മനസ്സ് ആ ഒരു മോശമായിട്ടുള്ള വശത്തിലോട്ട് എത്തിക്കുന്നത് ലേഡി മാക്ബത്താണ്. ഓക്കെ, അപ്പൊ ഈ ലേഡി മാക്ബത്തും 3 വിച്ചേഴ്സും ആണ് ഇതിലെ സെൻട്രൽ ക്യാരക്ടേഴ്സ്. ഇവരുള്ളതുകൊണ്ടാണ് ഈ ഒരു കഥ ഇങ്ങനെ മുന്നോട്ട് പോയത്. അപ്പൊ ഇതൊരു ട്രാജഡി കഥയാവാൻ മെയിൻ റീസൺ ഈ 2 ക്യാരക്ടേഴ്സ് ആണ്. പിന്നെ ലേഡി മാക്ബത്തിന്റെ ഒരു കഥ ഇതിൽ പറഞ്ഞിട്ടുള്ളത്, ലേഡി മാക്ബത്തിന്റെ
ഉറക്കത്തിൽ എണീറ്റ് നടക്കുന്ന കാര്യം പറയുന്നുണ്ട്. കാരണം സ്ലീപ്പ് വാക്കിംഗ് സീൻ. ലേഡി മാക്ബത്ത് ആദ്യം പറയുന്നുണ്ട് എനിക്ക് ക്യൂൺ ആവണം, ഈ രാജ്യം ഭരിക്കണം, രാജ്യത്തിലെ എനിക്ക് ഇത്രയും നല്ല കോസ്റ്റ്യൂംസ് ഒക്കെ ഇട്ട് നടക്കണമെന്ന് പറയുന്നുണ്ട്. പക്ഷെ ലാസ്റ്റ് ലേഡി മാക്ബത്തിന് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ അവർ രാജ്യത്തിനും രാജ്യഭരണത്തിനും വേണ്ടിയാണ് ഡങ്കനെ കൊന്നത്. പക്ഷെ കൊന്നിട്ട് ഒരു ദിവസം പോലും അവർക്ക് സമാധാനത്തോടെയോ സന്തോഷത്തോടെയോ ആ ഒരു രാജ്യത്തിൽ ജീവിക്കാനായിട്ട് പറ്റുന്നില്ല അല്ലേ? അതുപോലെ തന്നെ ലാസ്റ്റ് ഈ ഒരു ലേഡി മാക്ബത്ത് പറയുന്നുണ്ട്, എത്ര വില കൂടിയ അറേബ്യൻ സുഗന്ധ വ്യഞ്ജനങ്ങൾ വെച്ച് എൻ്റെ കൈ കഴുകിയാലും എനിക്ക് ഈ ഒരു പാപത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കില്ല എന്ന് ലേഡി മാക്ബത്തിന് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു സോഷ്യൽ മെസ്സേജ് എന്താണ്? നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും നമ്മൾ അതിന്റെ ശിക്ഷ ഉറപ്പായിട്ടും അനുഭവിക്കേണ്ടി വരും. ഇപ്പൊ നമ്മളുടെ സ്വന്തം കാര്യം നോക്കി ജീവിച്ചാൽ കുഴപ്പമില്ല. പക്ഷെ നമ്മളുടെ അത്യാഗ്രഹം കാരണം നമ്മൾ വേറെ ഒരാളെ ഇല്ലാതാക്കിയാൽ അതിന്റെ ശിക്ഷ നമ്മൾ ഉറപ്പായിട്ടും അനുഭവിക്കേണ്ടി വരും എന്നുള്ള ഒരു സോഷ്യൽ മെസ്സേജ് ആണ് ഈ ഒരു എൻ്റയർ ആയിട്ടുള്ള മാക്ബത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ ഇതിൽ നിന്ന് നോർമലി വരുന്ന ഒറ്റ ക്വസ്റ്റ്യൻ സമ്മറിയാണ്, മാക്ബത്തിന്റെ സമ്മറി ചോദിക്കും. പിന്നെ വരുന്ന ഒരു സോഷ്യൽ മെസ്സേജ് എന്താണ് എന്നുള്ള ഒരു ചോദ്യം ചോദിക്കും. ഇത് ഏതെങ്കിലും ഒരു ചോദ്യമായിരിക്കും ചോദിക്കുന്നത്. അല്ലെങ്കിൽ ലേഡി മാക്ബത്തിന്റെ ഇമ്പോർട്ടൻസ് ഈ ഒരു സ്റ്റോറിയിൽ എന്താണ്, അല്ലെങ്കിൽ വിച്ചേഴ്സിന്റെ ഇമ്പോർട്ടൻസ് ഈ സ്റ്റോറിയിൽ എന്താണ് എന്ന് ഇത്രയിലൊക്കെ ഏതെങ്കിലും ഒറ്റ ചോദ്യമേ ഈ ഒരു ബ്ലോക്കിൽ നിന്ന് നിങ്ങൾക്ക് ചോദിക്കത്തുള്ളൂ. സോ സ്റ്റോറി നല്ല രീതിയിൽ പഠിച്ച് മനസ്സിലാക്കി വയ്ക്കുക. വളരെ എളുപ്പമുള്ള ഒരു സ്റ്റോറിയാണ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ BGC 104 ബ്രിട്ടീഷ് പോയട്രി ആൻഡ് ഡ്രാമ എന്നുള്ള സബ്ജക്റ്റ് തീർന്നിരിക്കുകയാണ്. ഈ ഒരു ബ്ലോക്കോടുകൂടി നമ്മളിത് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ.